അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ. എന്താ വ്ളോഗിൽ കാര്യമായിട്ട് പറയാമല്ലോ എന്താ വെച്ചാൽ നമ്മളെ താത്താൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ കുറിയും ഓളെ വെഡ്ഡിങ് കഴിഞ്ഞ ശേഷം ഓളെ ഹസ്ബൻഡ് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ. നമ്മളൊരു കേക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഓളിവിടെ വീട്ടിലുണ്ട്, ഓളോളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അവിടെ പോകണം. അവിടെ പോയിട്ട് നമ്മൾ ഇന്ന് പറയണം ഇന്ന് എൻ്റെ മാപ്പിള എനിക്ക് ഒന്നും തന്നിട്ടൊന്നുമില്ല ഒക്കെ പറയും. അതിനോളൊന്ന് ഫീലാക്കിക്കണേ. നമ്മളൊരു വിഷുമ്പാട് ചെയ്തില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഒരു വിഷുമ്പാട് ചെയ്തില്ല. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യല്ലേ. വിഷ് പറഞ്ഞാൽ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുമ്പോൾ വിഷ് ചെയ്യണ ക്യാരക്ടർ കേട്ടോ ഞാൻ, അങ്ങനെയാണ്. അപ്പം നമ്മൾ വിഷും ചെയ്യാം, പിന്നെ ഈ സർപ്രൈസ് കൊടുക്കാനുള്ള ഇതില്ല കേട്ടോ. അത് നമ്മളിനി ഓളെ വീട്ടിൽ പോകും. എന്നിട്ട് നമ്മൾ പറയും എനിക്കൊന്നുമില്ല, എനിക്ക് ചിലവില്ല ഒക്കെ ചോദിക്കും നമ്മൾ. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ കേക്ക് വാങ്ങാൻ പോകും. കേക്ക് വാങ്ങാൻ പോയിട്ട് നമ്മൾ പിന്നെ കേക്ക് കൊണ്ട് വന്നിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഓളെ ഇമോഷനിലൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. നമ്മളെ എല്ലാ സപ്പോർട്ടും നിങ്ങളെ സപ്പോർട്ടെല്ലാം വേണല്ലോ നമുക്ക്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ വിജയം. പിന്നെ നമ്മളിവിടെ വീട്ടിലെത്തിക്കട്ടോ. അങ്ങനെ വീട്ടിലെത്തി നമ്മളിങ്ങനെ സർപ്രൈസ് എല്ലാവർക്കും പറയുന്നുണ്ട്. ഓളെ ആക്ഷനുകൾ കാണാം ഗായ്സ്. ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ ഒരാള് ഓളെ പെരീക്ക് വന്നതാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഓളെ ബർത്ത്ഡേ ആണ്. പക്ഷെ മാപ്പന്റെ വക എന്തെങ്കിലും ഉണ്ടാവും പ്രതീക്ഷിക്കണം. എല്ലാ കൂടി ഉണ്ടാവില്ലേ. ഈ വക ഞാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിന്റെ പൊലിവിലാണ് ഇവള് എന്തെങ്കിലും ഉണ്ടാവും കരുതിക്കണേ. പക്ഷെ ഇന്നൊന്നുമില്ല കേട്ടോ കാര്യത്തില്. അതിന്റെ പൊലിവിലാണ്. എല്ലാ കുറി എന്തെങ്കിലും കൊടുന്നു കൊടുക്കണില്ലേ. ഇന്ന് അതൊന്നുമില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനോ? ബർത്ത്ഡേ ആകുമ്പോൾ 5ന്റെ പൈസക്ക് ഗതി ഉണ്ടാവില്ല. എന്താ അപ്പോ PV Anwar പറഞ്ഞതിനാണ് എല്ലാവരും എന്നെ തുലച്ചു പറഞ്ഞില്ലേ, അതേമാതിരിയുള്ള അവസ്ഥയാണ്. ഒരു 5ന്റെ പൈസക്ക് ഉപകാരമില്ല സത്യം പറയാ. കാര്യത്ത് എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു ഉറുപ്പ്യനെ മുട്ടായികൾ തന്നൂടെ? എന്നാ അതുമില്ല. അങ്ങനെ ഉറുപ്പ്യനെ മുട്ടായിക്ക് പോകുന്നുണ്ട് കായ്സ്. ഉറുപ്പ്യനെ മുട്ടായി ഈ പാണ്ടകെട്ടിന്റെ ഒടുവിൽ എവിടെയെങ്കിലും കൊടുന്നിക്കണ് കണ്ടോ. ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിൽ കിട്ടുന്ന മുട്ടായി. ഇതിന്റെ പേരെന്താ? അബി. അബി ഇന്ന് വരുന്നവർക്കൊക്കെ ഇതാണല്ലോ സന്തോഷത്തോടെ 1 രൂപയുള്ളൂ. നൊസ്റ്റാൾജി ആണല്ലോ. തങ്ക് കെട്ടും ചെയ്യും. ഇതാണ് അവസ്ഥ. നോക്കി ഗായ്സ്, നമ്മളെ പടക്കുതിരുമ്പോ നമ്മള് പോവാണ്. അല്ല ഇവളെ ഭാഗം ഒന്നും കിട്ടുമെന്ന് കരുതി പ്രതീക്ഷിച്ചൊന്നും കാര്യമില്ല. ഇനിയാണ് നമ്മളെ പരിപാടികള് കേട്ടോ. നിങ്ങളെല്ലാരും കാണും. ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ. നമ്മളെ കേക്ക് ഇതാണ്. അങ്ങനെ നമ്മളെ കേക്കിന് വന്നു. നമ്മള് കേക്ക് കൊണ്ട് ഇങ്ങനെ പോവാൻ കേട്ടോ. നമ്മളെ എവിടേക്കാ പോണെന്ന് വെച്ചാൽ ഇനി അവിടെ വീട്ടിലേക്ക് എത്തണം. നമ്മളവിടെ വെറുതെ തമാശയൊക്കെ ഉണ്ടാക്കി പോന്നല്ലേ, അനക്കൊന്നുമില്ലൊക്കെ പറഞ്ഞിട്ട് നമ്മള് കേക്ക് കൊണ്ട് ഇങ്ങനെ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ അങ്ങാടിയിലേക്ക് ചാടും. അങ്ങാടിയിലെത്തിയ വീട്ടിൽ കയറും. എന്നിട്ട് ബാക്കി പിന്നെ കാണാം. അങ്ങനെ ഗായ്സ് നമ്മളെ സർപ്രൈസ് എത്തിയിരിക്കുന്നു. സർപ്രൈസിന്റെ ആള് അപ്പോഴത്തേക്ക് കടന്നുറങ്ങിയേക്കും ഗായ്സ്. എവിടെയാണ് സർപ്രൈസിന്റെ ആൾ? ഹേ ഗായ്സ്, ഇവിടെ താക്കി എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? വേഗം ഏറ്റുവാങ്ങ്. വ്ളോഗ് നീട്ടിപ്പിക്കരുത്. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അടുക്കളയിലെ സർപ്രൈസ് ആയിരുന്നു ഇത്. എന്താ പറയാനുള്ളത്? ഗൈസ് ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ. അങ്ങനെ ഇനി കേക്ക് മുറിക്കണേനെ. അങ്ങനെ ഒരാള് കേക്ക് കൊണ്ട് പുറത്തേക്ക് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയില്ലേ. എന്റെ പൂതി. അങ്ങനെ നമ്മള് കേക്ക് മുറിക്കല്ല പരിപാടിയിലാണ്. ഹാപ്പി ബർത്ത്ഡേ ഒന്നും ഞാൻ പറയില്ല. പാണി മുറിച്ചോ അല്ലെങ്കിൽ ഒക്കെപ്പാടെ കൊണ്ടുപോകും. അങ്ങനെ മുറിച്ച് വാണ്ടി കരുതി മുറിച്ചിന് ഒരാള്. ഞമ്മക്ക് മുറിച്ചിട്ട് കാണണ്ടോ ബാക്കി വീഡിയോ? അല്ല നടക്കൂല. സ്വന്തം നിന്നുള്ള ഒരാള് ആരുമില്ല വിഷയാണ്. പാവം മാപ്പിള ഗൾഫില്, വേറെ ആരും സ്വീകരിക്കാനൊന്നുമില്ല. ഇങ്ങനെ കേക്ക് ഇത്രയായി. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അല്ല ഇതൊക്കെ പാടെ കഴിയും. കാട്ട് ജനതെന്താ
പറഞ്ഞ ശരിയല്ലേ